ആര് സാർ പിന്നെ ഞാൻ എനിക്കൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മളാ മുസ്ലിംകടി എസ് പി ഡി ബാങ്കിന് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഒരു കുഴിയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇന്നലെ ഒരു ചേച്ചിയും കുട്ടിയും സ്കൂട്ടിയിൽ പോകുന്നിട്ട് അതിൽ വീണ്. ചെറിയൊരു കുട്ടിയാണ്, ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ മെയിൻ റോഡ് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് വരുമ്പോഴേ ആ കുഴി ശ്രദ്ധിക്കണില്ല. ബൈക്കാരാണ് കൂടുതൽ പ്രശ്നമാണത്. ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. മറ്റേ ആ സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നിടത്ത് നിങ്ങൾ കുഴി അടച്ചിരുന്നില്ലേ, കോൺക്രീറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇതൊന്നും ആരെങ്കിലും പറഞ്ഞാണ്ടേ ഒന്ന് ചെയ്യിപ്പിക്കാൻ പറയും കേട്ടോ. ഞാനത് വീഡിയോ എടുത്ത് കണക്ക് വിട്ടുകിടും. ഇതൊന്ന് പോയിട്ട് നോക്കേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല, ഒന്ന് പോയിട്ട് നോക്ക്. കാരണം ഈ ബൈക്കാരാണ് കൂടുതൽ വരുന്നത്. ആ സ്റ്റാൻഡിൻ്റെ ബസ് ഇറങ്ങിയോട് നിങ്ങൾ ചെയ്യുന്നില്ല, അതേപോലെ എന്തെങ്കിലും കോൺക്രീറ്റോ എന്തെങ്കിലും ചെയ്താൽ മതി. ഇതാരും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ കേട്ടോ. അതൊന്ന് ലെവലാക്കാൻ എങ്ങനെ വെച്ചാൽ ഒന്ന് നോക്ക് കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ സെൻഡ് ചെയ്തിരുന്നു. നമസ്കാരം. ഇതെൻ്റെ സുഹൃത്ത് എനിക്ക് ഇന്നലെ വാട്സപ്പിൽ സെൻഡ് ചെയ്തതെന്നാണ്. നമ്മുടെ മുസ്ലിയാരങ്ങാടി SBI ബാങ്കിന് സമീപത്താണ് ഈ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കുഴിയിൽ ഇന്നലെ ഒരു സ്ത്രീയും ഒരു ചെറിയ കുട്ടിയും ബൈക്ക് യാത്രക്കാരായ 2 ആളുകൾ അപകടത്തിൽപ്പെട്ടു. വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധിയായ കുഴികൾ നമ്മുടെ നാടുകാണി പരപ്പനങ്ങാടി റോഡുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും അതുപോലെ തന്നെ ഇടക്കരയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കുഴികളിലൊക്കെ വീണ് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കും മാത്രമാണ് നഷ്ടം സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരും വാഹനം എടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി കുഴികൾ നമ്മുടെ ഈ റോഡുകളിൽ ഉണ്ടായിട്ടും സിസ്റ്റം കണ്ണും കാതും പൊത്തിയിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇത്തരം കുഴികളിൽ വീണ് വല്ലതും സംഭവിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ഈ വീഡിയോ അയച്ചു തന്ന എൻ്റെ സുഹൃത്തിന് വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.